ഉണ്ടാക്കാവുന്ന ഒരു ഫിഷ് ഫിംഗറാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. ഇനി നമ്മൾ ഇതുപോലെ ഇതുകൊണ്ട് നല്ല നീളത്തിൽ മീൻ ഞാൻ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണിത്. അതുപോലെ നമുക്കത് ഒത്തിരി കട്ടിയോടെ എടുക്കല്ല, കുറച്ച് ചെറിയ പീസായിട്ട് ഇങ്ങനെ എടുത്ത് വെച്ചിരിക്കുന്നതാണിത്. ഇനി നമുക്ക് ഇച്ചിരി കുരുമുളക് പൊടിയും ഉപ്പും നാരങ്ങാനീരും ചേർത്ത് ആദ്യം ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. നമുക്ക് ഈ ഫ്രഷായിട്ട് തന്നെ നാരങ്ങ ഇതിൻ്റെ കൂടെ ചേർക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർക്കണം. ഒരു ചെറിയ സ്പൂണ് കുരുമുളക് പൊടി. ഇത് നല്ലപോലെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് നമുക്ക് ഈ നാരങ്ങയും ഉപ്പും ഒക്കെ ഒന്ന് കൈ കൊണ്ട് തന്നെ നമ്മളൊന്ന് തിരുമ്മി പിടിപ്പിച്ച് വെക്കണം. ഒരു 10 മിനിറ്റ് ഇത് നമ്മളൊന്ന് വെക്കണം. വെച്ച് കഴിഞ്ഞിട്ട് വേണം നമുക്ക് പിന്നെ അതിൻ്റെ ബാക്കി സാധനം ഉണ്ടാക്കാൻ. ഇത് നമുക്ക് മാരിനേറ്റ് ചെയ്യാൻ ഒരു 10 മിനിറ്റ് വെക്കാം. നമ്മുടെ ഫിഷ് ഇപ്പോൾ 10 മിനിറ്റ് മാരിനേറ്റ് ചെയ്ത് റെഡിയായിരിക്കുകയാണ്. നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഇത് ഒന്ന് മുക്കി നമ്മൾ ഫ്രൈ ചെയ്യാൻ വേണ്ടി ഒരു മുട്ട ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് 1 സ്പൂൺ മൈദയുടെ മാവ് ചേർക്കാം. 1 സ്പൂൺ മുളക് പൊടി ചേർക്കാം. ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നമുക്ക് ഇത് 1 സ്പൂൺ ചേർക്കാം. ഇത് നല്ലപോലെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്തിട്ട് ഇതിനകത്ത് നമ്മൾ ഫിഷ് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് വേണം നമുക്ക് ബ്രെഡ് ക്രംസിനകത്ത് മുക്കിയെടുക്കാൻ. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്കിനി ഇതിനകത്ത് ഈ ഫിഷ് ഓരോന്നും നല്ലതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്തെടുത്തിട്ട് നല്ലപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. അന്നേരം നമ്മുടെ ബ്രെഡ് ക്രംസ് ഒക്കെ നല്ലപോലെ പിടിച്ചിരിക്കത്തുള്ളൂ. ഇതിനകത്ത് നമ്മൾ നല്ലതുപോലെ 3-4 എണ്ണം ഒന്നിച്ച് നമുക്ക് റെഡിയാക്കി അങ്ങ് എടുക്കാം. ഫിഷ് ആകുമ്പോൾ ഒത്തിരി കട്ടിയില്ലല്ലോ, പെട്ടെന്ന് അങ്ങ് ഫ്രൈ ആയി കിട്ടും. ഒത്തിരി കട്ടിക്ക് എടുക്കാതിരുന്നാൽ മതി. ഇതിന് കുറേ എണ്ണം നമ്മളെല്ലാം ഒന്ന് റെഡിയാക്കി വെച്ചിട്ട് ഒന്നിച്ച് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ 2 സൈഡും നല്ലതുപോലെ നമ്മളൊന്ന് കവർ ചെയ്ത് എല്ലാ ഫിഷും ഞാൻ ഇങ്ങനെ റെഡിയാക്കി എടുക്കാം. പിന്നെ നമുക്ക് ഒന്നിച്ച് വറുക്കാം. ഞാനൊരു പാൻ ചൂടാക്കിയിട്ടുണ്ട് നമ്മൾ ഈ ഫിഷ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി. ഇതുപോലെ ഞാൻ എല്ലാ ഫിഷ് ഫിംഗർ എല്ലാം നല്ലപോലെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. നമുക്കിത് ഓരോന്ന് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വേണം ഇത് എടുക്കാൻ. 2 സൈഡും മറിച്ചിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് ബ്രൗൺ കളർ ആകുമ്പോൾ എടുക്കാം. നമുക്ക് 2 സൈഡും ഇതിൻ്റെ ഒന്ന് മറിക്കാം. എല്ലാ പീസും നമുക്ക് ഇതുപോലെ ഒന്ന് മറിച്ചിടാം. നമ്മുടെ ഫിഷ് ഫിംഗർ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് എണ്ണയ്ക്കകത്തുനിന്ന് മാറ്റാം. ബാക്കി നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന എല്ലാം ഇതുപോലെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ ഫിഷ് ഫിംഗർ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കെച്ചപ്പിൻ്റെ കൂടെ കഴിക്കാനാണേലും നല്ലത്, ഇല്ലെങ്കിൽ നമ്മൾ ഉള്ളി അരിഞ്ഞ് സലാഡ് പോലെ ഉണ്ടാക്കിയാലും കഴിക്കാൻ നല്ലതാണ്. റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം.